കേരളത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിനെ ബാധിക്കാൻ പോകുന്ന ഒരു പുതിയ ബില്ല് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഡീലിമിറ്റേഷൻ ബിൽ 2026. അതായത് 1971 മുതൽ ഫ്രീസ് ആയിരുന്ന ലോക്സഭാ സീറ്റ്സ് ഇന്ന് കൂട്ടിയിരിക്കുന്നു. അതായത് ഇനി 2011 സെൻസസ് പ്രകാരമായിരിക്കും തീരുമാനിക്കുക. ഇതിൻ്റെ ഒഫീഷ്യൽ ഒബ്ജക്റ്റീവായി പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ആർട്ടിക്കിൾ 81 പ്രകാരം റൈറ്റ് ടു ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കലാണ്. കൂടാതെ വിമൻ റിസർവേഷനും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ളൊരു വിഷയം വരുന്നത്. നമ്മുടെ കേരളം എഡ്യൂക്കേഷനും ഹെൽത്തും ഫോക്കസ് ചെയ്ത് പോപ്പുലേഷൻ നന്നായി കൺട്രോൾ ചെയ്തു. ആൻഡ് ഈ ഒരു ബില്ല് പോപ്പുലേഷൻ ബേസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പവർ അവിടെ ഇല്ലാണ്ടാകും. ഇതിൻ്റെ ലോജിക് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. ഒരപ്പൂപ്പന് 2 മക്കളുണ്ട്. ആ 2 മക്കളിൽ മൂത്തയാൾക്ക് 2 കുട്ടികളുണ്ട്. ഇളയാൾക്ക് 6 കുട്ടികളാണുള്ളത്. ഈ അപ്പൂപ്പൻ തൻ്റെ വസ്തു വിഹിതം വെക്കാൻ നേരത്ത് ഈ 2 മക്കളുടെയും മക്കൾക്ക് പ്രോപ്പർട്ടീസ് കൊടുക്കണമല്ലോ. അങ്ങനെ മൂത്തയാൾക്ക് ഉള്ളത് 2 മക്കളാണ്. അതുകൊണ്ട് കിട്ടുക കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ ആൾക്കുള്ളത് 6 പിള്ളേരാണ്. അപ്പോൾ കൂടുതൽ പ്രോപ്പർട്ടീസ് ഈ രണ്ടാമത്തെ ആളുടെ മക്കൾക്ക് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥയും. അതായത് പോപ്പുലേഷൻ കൂടുതലുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് കൂടുതൽ എം പിമാരെ ലോക്സഭയിലേക്ക് വിളിക്കും. ആൻഡ് കുറവുള്ള സ്റ്റേറ്റ്സിൽ നിന്ന് കുറച്ച് എം പിമാരെ വിളിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ കേരളത്തിൽ നിന്ന് അധികം എം പിമാർക്ക് ലോക്സഭയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ക്രിട്ടിക്സ് പറയുന്നത് ഇത് കേരളത്തിനുള്ളൊരു പണിഷ്മെൻറ്റ് പോലെയാണെന്നാണ്. കാരണം ഇത്രയും പ്രോഗ്രസീവായിട്ടുള്ള സ്റ്റേറ്റിൽ നിന്ന് ലോക്സഭയിലേക്ക് എം പിമാർ പോയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു ആരോപണം എന്ന് പറയുന്നത് നോർത്തേൺ സൈഡിലേക്ക് കൂടുതൽ പൊളിറ്റിക്കൽ പവർ കൊണ്ടുവരാനും സൗത്തിലേക്കുള്ള പവർ കുറയുകയും ചെയ്യാനാണ് എന്നാണ്. ഈ ഒരു മൂവ് ശരിക്കും ഫെയർ ആയിട്ടാണോ തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻസിൽ പറയൂ.